നമസ്കാരം. അയോധ്യയിലെ രാം സേവക് പുരത്ത് രാമേശ്വരത്തിന്റെ അതേ മാതൃകയിൽ പണിതീർത്ത രാമനാഥ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം നടത്തി. രാമേശ്വരവും അയോധ്യയും തമ്മിലുള്ള ആയിരക്കണക്കിന് വർഷത്തെ ആത്മീയ ബന്ധത്തിന്റെ നവനീയമായ അഷ്ടബന്ധം ഉറപ്പിക്കലാണ് ക്ഷേത്ര നിർമ്മാണത്തെ വിലയിരുത്തുന്നത്. കാശി തമിഴ് സംഗമത്തിന് പിന്നാലെ അയോധ്യ തമിഴ് സംഗമത്തിനും വേദിയൊരുക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ക്ഷേത്ര ശ്രീകോവിലിനു മുകളിൽ കലശമുറപ്പിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പതാക ഉയർത്തി. RSS അഖില ഭാരതീയ കാര്യകാരി അംഗം സുരേഷ് ജോഷിയും ചടങ്ങിൽ സംബന്ധിച്ചു. സീതാമാതാവിനെ തേടിയുള്ള യാത്രയിൽ രാമനാഥപുരത്താണ് ശ്രീരാമൻ ശിവാരാധന നടത്തിയത്. രാവണനെ നിഗ്രഹിച്ചു മടങ്ങുമ്പോഴാണ് രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ആരാധന നടത്തി. ഏകാത്മകതയുടെയും ആത്മീയ പാരമ്പര്യമാണ് കാലങ്ങളിലൂടെ ഇങ്ങനെ മുന്നേറുന്നത്. ആരാധനാ രീതികളുടെ വൈവിധ്യങ്ങൾക്കിടയിലും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആദർശം അരക്കിട്ടുറപ്പിക്കുകയാണ് ഇതെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. സ്വാർത്ഥ രാഷ്ട്രീയക്കാരായ ചിലർ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കെന്നും വടക്കെന്നും പറഞ്ഞ് ജാതിയുടെ പേരിലൊക്കെ ഭിന്നിപ്പിക്കുവാൻ നീക്കം നടക്കുന്നു. അത്തരം ശ്രമങ്ങളിലേക്കുള്ള മറുപടിയാണ് അയോധ്യയിലെ രാമനാഥ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം. ഭാരതം ഒന്നാണെന്നതിന് ഈ നാടിന്റെ പുരാതന സാഹിത്യം തെളിവാണ്. നമ്മുടെ വേദഗ്രന്ഥങ്ങൾ തെളിവാണ്. സന്യാസിമാരുടെയും ക്ഷേത്രങ്ങളുടെയും വ്യാപക സ്വാധീനം തെളിവാണ്. ഭരണകൂടങ്ങൾ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ ഭാരതം സാംസ്കാരികമായി ഒന്നാണ്. അയോധ്യയിലെ രാംലല്ലയെ ദർശിക്കാൻ 3 കോടിയിലധികം ഭക്തരാണ് എത്തിയത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആത്മീയ നഗരമായി അയോധ്യ മാറുകയാണെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. തുടർന്ന് അശോക സിംഗിലെ ജന്മവാർഷികത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തു.